പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഒരു അധിനിവേശം സമസ്ത മേഖലകളിലും സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഒരു ശരീഅത്ത് ഭരണം, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം സ്ഥാപിക്കുക, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുക. അത് പല രീതിയിൽ പല ഭാവത്തിൽ അവർ അവരുടെ തന്ത്രങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെയാണ്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ പലപ്പോഴും ഈ അമേരിക്ക പോലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന യൂറോപ്പ് പോലുള്ള, ഇന്ത്യ പോലുള്ള പല പ്രദേശങ്ങളിലും ഇവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. പക്ഷേ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ അതല്ല സ്ഥിതി. മറ്റ് രീതിയിൽ തോക്കിന്റെ രൂപത്തിൽ, ഭീഷണിയുടെ രൂപത്തിൽ, വാളിന്റെയൊക്കെ രൂപത്തിൽ, കൊലപാതകങ്ങളുടെ രൂപത്തിൽ, അക്രമത്തിന്റെ രൂപത്തിൽ അവർ അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇവരുടെ ടാക്ടിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്ക പോലുള്ള ഒരു പ്രദേശത്ത് അവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറി അവർ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതെങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തന്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പറയുന്ന സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി. എന്തുകൊണ്ട് സൊഹ്റാൻ മംദാനിയുടെ ഒരു വളർച്ച ഒരു അത്ഭുതമായി മാറുന്നു, അല്ലെങ്കിൽ എവരെയും അതിശയിപ്പിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തരം ഇതാണ്. വെറും 34 വയസ്സ് മാത്രം പ്രായം. 2005 ശേഷമാണ് ഈ സൊഹ്റാൻ മംദാനിയും കുടുംബവും അമേരിക്കയിലേക്ക് വരുന്നത്. 2018 ഈ പറയുന്ന വ്യക്തിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. 2020 ഈ പറയുന്ന വ്യക്തി ആക്റ്റീവായിട്ട് ഒരു പൊളിറ്റിക്സിലേക്ക് വരുന്നത്. പൊളിറ്റിക്സിലേക്ക് വന്ന് ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ എങ്ങനെ ഈ പറയുന്ന സൊഹ്റാൻ മംദാനി ഈ പറയുന്ന ഒരു ഒരു മേയർ സ്ഥാനാർത്ഥിയായി മാറുന്നു, അല്ലെങ്കിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു എന്നത് അത് ഏവരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിന്റെ ഒരു ഉള്ളറകളിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ വളരെ വ്യക്തമാണ്. ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് കൂട്ടുകെട്ടിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി. ഇതൊരു വളരെ എക്സാമ്പിൾ ആണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ ചില ബിംബങ്ങളെ ഇങ്ങനെ പല പ്രദേശങ്ങളിൽ, പല നഗരങ്ങളിൽ, പല രാജ്യങ്ങളിൽ ചില ബിംബങ്ങളെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ചില ബിംബങ്ങളെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി.